എത്ര പേർക്കറിയാം നമ്മളിന്ന് $2-3 കൊടുത്ത് ഷെയിൻ പോലുള്ള സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ 18-19 മണിക്കൂർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഐഫോൺ ഇത് ഏകദേശം ഒരു $10 ഈ നമ്മൾ ആ ഒരു മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന സ്ഥലത്തേക്ക് ചൈന പേ ചെയ്യുന്നത്. വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ഏത് കമ്പനിയാണ് ഉള്ളത്? ഈ ഒരു ടോപ്പിക് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയിൻ്റെ ഒരു ഡോക്യുമെൻ്ററി സംഭവം ഉണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരി അണ്ടർകവർ പോയിട്ട് ഭയങ്കരമായിട്ട് രീതിയിൽ വർക്കേഴ്സിനെ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഫ്രണ്ട് എൻഡിൽ ഇത്രയും പൈസ കുറച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിള്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ തോട്ട്സും സംഭവങ്ങളും? അതൊരു നോർമൽ സംഭവമാണോ, കുറേ കമ്പനികൾ ചെയ്യുന്നതാണോ, എന്താണ് സംഭവം? അതാണ് ഈ ഒരു ടോപ്പിക്ക്. മേ ബി അത് ബെൻസ്മാൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് അന്ന് തൊട്ട് നമുക്കിപ്പോൾ ഇത് ചൈന ബേസ്ഡ്, പക്ഷെ നമുക്കറിയത്തില്ല ഇത് അവിടെ നിന്ന് ചീപ്പായിട്ട് സാധനം വരുന്നതെന്നല്ലാതെ ഇതിൻ്റെ ബിഹൈൻഡ് എന്ത് നടക്കണം എന്നുള്ള മറ്റേ കേസ് പറഞ്ഞ പോലെ എന്ത് നടക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഈവൻ ചൈനയിലെ ഒരു കാര്യങ്ങളും പുറത്തേക്ക് പോകുന്നുമില്ല. ഇത് ചൈന ബേസ്ഡ് ആണോ? ചൈന ബേസ്ഡ്. നാൻജിയാങ് എന്ന് പറയുന്നത് നാൻജിയാങ് എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നുള്ളതാണ്. എന്താ പറഞ്ഞിട്ടുണ്ടിരുന്നത്? ഇവിടുന്ന് ചൈനയുടെ ഒരു ലീഗൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് പോലെ തന്നെയാണ്. 40 hours വർക്ക് ചെയ്യണം. എക്സ്ട്രാ ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ ഓവർ ടൈം പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു വീക്കിൽ തന്നെ 36 hours കൂടുതൽ ഓവർ ടൈം എന്തായാലും പറ്റത്തില്ല. അത് ഹെൽത്തിനെ ഇതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്ലസ് അതൊരു എന്താ പറയുക, ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണോ കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണോ? എന്ത് കൺട്രി അത്? കമ്മ്യൂണിസ്റ്റ് കൺട്രി അത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ വർക്കേഴ്സിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതൊരു ഇങ്ങനെ അറിഞ്ഞിട്ട് കൂടി ഇവൻ വേൾഡ് മൊത്തം അറിഞ്ഞു, എന്നിട്ട് കൂടി ഗവൺമെൻറ് എന്തുകൊണ്ടൊരു ഇത് ചെയ്യുന്നില്ല നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ആ ഒരു ഇൻഡസ്ട്രി നല്ല രീതിയിൽ വളരണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത്. അത് അവരുടെ AP ന്യൂസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ അതൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദെൻ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് കൂടി അവരാരും അവിടുത്തെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എത്ര വർഷമായി? 2008 സ്റ്റാർട്ട് ചെയ്തിട്ട് 2026 ഇപ്പോഴും ആൾക്കാർ അവിടെ കിടന്നങ്ങ് ഉറങ്ങുക, ജോലി ചെയ്യുന്ന ആൾക്കാർ. ഈ 18 മണിക്കൂറൊക്കെ മാക്സിമം വർക്ക് ചെയ്യുന്ന ഒരു ദിവസം ആൾക്കാർ അവിടെ. അതും ഇത്ര സ്ഥലമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ അവിടെ ഇരുന്ന് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ അവർക്കൊരു ബ്രേക്കിന് പോകണമെങ്കിലോ അതൊക്കെ ഭയങ്കര പാടാണ് അവർക്ക് അങ്ങനെ ഒരു സാധനം ആക്സസ് ചെയ്യണം തന്നെ. ഇവൻ ആ വീഡിയോ ഒക്കെ എങ്ങനെ യൂട്യൂബിൽ വന്ന് കിടക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ എപ്പോഴേ മുങ്ങി പോകേണ്ട സമയമായി. പക്ഷേ ആ പുള്ളിക്കാരി ജീവനോട് വന്നത് തന്നെ ഭാഗ്യം. അണ്ടർ കവറിൽ പോയപ്പോൾ എന്തിനു നമുക്ക് തന്നെ കിട്ടിയില്ല, കണ്ടില്ലായിരുന്നു ഒരു ബുള്ളറ്റ് അവിടുന്ന് വന്നത് പാക്കേജ് എന്നാ കെട്ടി തൊട്ടാൻ പറഞ്ഞാൽ പോരി. പക്ഷെ അത് ശരിയാണ്, അത് ഭയങ്കര എക്സ്പ്ലോയിറ്റേഷനാണ് നടക്കുന്നത്. അത് 80-90 മണിക്കൂർ. അത് ഇവർക്ക് ജോബ് ഗ്യാരണ്ടീഡ് അല്ല, സീസണലാണ്. ഇതിപ്പം ഓർഡർ വന്നാൽ ജോലിയുണ്ട്, ഇല്ലെങ്കിൽ ജോലിയില്ല. ഇവർക്ക് ആരുടെ അടുത്തും പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണ്. കാരണം അവർക്ക് വോയിസ് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണിയെടുത്തോണം. അതും ഷെയിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഈ ആഴ്ച ഈ ഒരു ജീൻസ് $30 വിൽക്കാൻ പോകുന്നത്. പക്ഷേ ലെറ്റ്സ് അത് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഓഫറിന് പോയിട്ട് 25% അല്ലെങ്കിൽ ഒരു 30% ഓഫറിൽ പോയിട്ട് ചിലപ്പം $20 വിൽക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും എല്ലാം ഇവർക്ക് ഒത്തിരി കൂടുതൽ വരും ഈ ചെയ്ത് വിടുന്നവർക്ക്. പക്ഷേ ഷെയിൻ ഇത്രയും വിലയ്ക്ക് വെക്കുമ്പോൾ ഷെയിനാണ് മജോറിറ്റി സാധനം പോകുന്നത്. ഇവർക്കാർക്കും കാശും കിട്ടുന്നില്ല. സോ അപ്പോൾ ഇവർക്ക് എങ്ങനെ പോയാലും ഗ്രോത്ത് ഇല്ല. ഈവൻ എനിക്കൊന്നും ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇവർക്കും ടാക്സ് അടയ്ക്കണം. നല്ലൊരു എമൗണ്ട് ഇവരുടെ അതിൽ നിന്ന് ടാക്സും പോകും. അപ്പം ബേസിക്കലി 80-90 മണിക്കൂർ പണിയെടുത്തിട്ട് എനിക്കൊന്ന് അവർ പറയുന്നത് ഒരാഴ്ചയിലാണ് ഒരു മാസത്തിലാണ് നിർത്തില്ല. എത്ര $1000-$2000 എന്താണ് ഇവർ ആകെ ഉണ്ടാക്കുന്നത്. ഓവർ വർക്ക്ഡ് അണ്ടർപെയ്ഡുമാണ്. അതെ. സോ അപ്പോൾ അത് ഭയങ്കര വലിയ എക്സ്പ്ലോയിറ്റേഷനാണ്. അതിപ്പം ആരതിൻ്റെ കൺട്രോൾ എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ സാധനങ്ങൾ മേടിക്കുന്നത് നമ്മളെടുക്കണോ? ഗവൺമെൻറ് എന്തായാലും അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ചൈനയാണത്. ഇപ്പോൾ നമുക്കൊരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി മേടിക്കുന്നതിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇത്. ഇപ്പോൾ ആഴ്ച ഓരോ ഫാഷൻ, ഇത്രയും ചീപ്പായിട്ട് സാധനം കിട്ടുന്നു, എല്ലാവരും എല്ലാ ആഴ്ചയും ഷെയിനിൽ നിന്നൊക്കെ സാധനം ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ കാണാത്തൊരു സാധനമാണ് ഇത്. ഈ മനുഷ്യരുടെ എല്ലാം കഷ്ടപ്പാടാണ് അതെന്നുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇവിടെ ആരാ കൺട്രോൾ ചെയ്യേണ്ടത്? ഇത് ആരാണ്? അതും ഈ തുണികളെല്ലാം ഈ വേസ്റ്റ് വരുന്നതെല്ലാം വേസ്റ്റ് കടലിലേക്ക് അങ്ങ് തള്ളുക എന്ന് പറഞ്ഞത്. അതൊരു ഇത് കാണുന്നവർ ഈ ഒരു കടല ഇവിടെ നിന്ന് ടങ്ങ് വരെ തുണികൾ മാത്രം കിടക്കുന്നത്. അത് ഈ ഷെയിനിൽ നിന്ന് ഇത് ചെയ്തത് ഡിസ്പോസ് ചെയ്തത്. അതുപോലെ ചെയിൻ മാത്രമല്ല ബാക്കി എല്ലാ ടെമു ആണെങ്കിലും ഈവൻ ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ള സാറ ആണെങ്കിലും H&M ആണെങ്കിൽ ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. എല്ലാവരും അതിൽ നമ്മളിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗാർബേജ് ബാഗ് ആക്കി ഗാർബേജ് കളയും, അവരത് എവിടെയെങ്കിലും കൊണ്ട് എല്ലാ കടലോ ലാൻഡ് ഫില്ലോ എല്ലാം കൊണ്ടേ തട്ടും. അതായത് എനിക്ക് തോന്നുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കൺസ്യൂമേഴ്സിന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ എനിക്ക് ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ബോയ്ക്കോട്ട് ഷെയിൻ എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു.
ഇവിടെ വെച്ചാണോ നാട്ടിൽ വെച്ചാണോ അറിയത്തില്ല, പക്ഷേ ആ സമയത്ത് വലിയൊരു സംഭവമായിരുന്നു. എന്നാൽ ഈ ഷെയിൻ്റെ സംഭവമൊക്കെ എന്നാൽ പുറത്ത് വന്ന്, ഈ എക്സ്പ്ലോയിറ്റേഷനൊക്കെ എന്നാൽ പുറത്ത് വന്ന്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു പരിധി വരെ പറ്റുമായിരിക്കും. എല്ലാവരും ഒന്ന് വിചാരിക്കണം, പക്ഷേ എല്ലാവരും ഒരു സമയത്ത് വിചാരിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. നമ്മളിപ്പം 1-2-3 പേര് വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ ബീഡിപ്പടക്കമില്ലേ, ബീഡിപ്പടക്കമൊക്കെ ഉണ്ടാക്കുന്നത് അത് വലിയ ഫാക്ടറി ഒന്നുമില്ല, കുറേ 5-6 പേര് കൂടി ഇരുന്നിട്ട് അവർ ഒരു 5 മിനിറ്റിൽ ഒരു 10-500 എണ്ണം ഒറ്റയടിക്ക് ഉണ്ടാക്കിയിടുക. അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലൗസ് ഇല്ല, ദേഹത്ത് ചിലമാരൊന്നും ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ ദേഹം മുഴുവൻ മറ്റേ വെടിമരുന്നാണ്, കയ്യിലും മുഖത്തൊക്കെ വെടിമരുന്ന്, ആക്ച്വൽ അകത്തുള്ള മരുന്ന് ദേഹത്തും കയ്യിലും മുഖത്തും എല്ലാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇത് തോന്നും നമുക്ക്. വർക്കേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, ഈവൻ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ. എനിക്ക് ദുബായിലെയൊക്കെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു മുറിയിൽ 10-50 പേരൊക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ എല്ലാ രാജ്യത്തും ഇതുണ്ട്. പക്ഷേ ഡിസൈനർ ബ്രാൻഡിന്റെ കേസിൽ എല്ലാം ഉണ്ട്, എല്ലാ ഡിസൈനർ ബ്രാൻഡ്സും ഇല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനർ ബ്രാൻഡ്സ് ചൈനയിൽ നിന്നൊക്കെ തന്നെയാണ് പോയിട്ട് ഒരു ഇറ്റലിയിൽ നിന്നൊക്കെ ഒരു ലെവൽ മാത്രമേ ഒട്ടിക്കുള്ളൂ. അപ്പോൾ അപ്പോഴാണ് പ്രൈസ് 10,000 ആവുന്നത്. അതിന് മുമ്പ് വരെ കൂടിപ്പോൾ ഒരു 100-50 ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ബ്രാൻഡിലാണ് അത്ര വലിയ മാർക്കപ്പ് വരുന്നത്. എല്ലാത്തിൻ്റെയും മുന്നിലൊക്കെ തന്നെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലൊരു സംഭവം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു സംഭവം. ഇപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. പക്ഷേ അതിൽ വേറൊരു ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയിനും സംഭവങ്ങളും ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ഷെയിൻ നമ്മൾ ബോയ്ക്കോട്ട് എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ഈ ലോ ലെവലിലുള്ള ഷെയിൻ ടെമു ഒക്കെ മാറ്റി കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകൾക്ക് പിന്നെ മാനുഫാക്ചറിങ് ചൈനയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 ഇരട്ടി ചൈനയിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു 10 ഇരട്ടി റേറ്റ് കൂടും. ഐഫോൺ എനിക്ക് തോന്നുന്ന ഐഫോൺ ചൈനയിൽ നിന്ന് അവരുടെ മാനുഫാക്ചറിങ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരട്ടി, എനിക്ക് എത്ര ഇരട്ടി എന്ന് ഞാൻ മറന്നുപോയി, ഇത്രയും ടൈംസ് ഇത് റേറ്റ് കൂടും. ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഐഫോണിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ള് US കൊണ്ടുവരണമെന്ന്. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് എത്ര പറഞ്ഞില്ല. കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ പകുതി ആൾക്കാർ വാങ്ങത്തില്ല. ഐഫോൺ ഇപ്പോൾ $500 എനിക്ക് ഈ കഴിഞ്ഞ ലാപ്ടോപ്പ് അത് കൂടി, എനിക്ക് ചിപ്പിൻ്റെ റേറ്റ് കൂടി ഇപ്പോൾ തന്നെ. പക്ഷേ ആ ഒരു $500 അവർ ഇറക്കാൻ പറ്റുന്ന ചൈനയിൽ ഇവൻ ഐഫോൺ എനിക്ക് തോന്നുന്നു അവർ മിനിമം പേജ് പേ ചെയ്യുന്നില്ല. ഐഫോൺ കുറച്ച് കോർപ്പറേഷൻസിന് അവർക്ക് അവരുടെ റേറ്റ് പേ ചെയ്യുന്നുണ്ട്. ബാക്കി കോർപ്പറേഷൻ എന്ത് ചെയ്യുന്ന ഇവരെ അറിയേണ്ട പോലും ആവശ്യമില്ല. ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സാണ്, അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ എക്സ്പ്ലോയിറ്റഡ് ആണോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് നമുക്കിപ്പോൾ അസ് എ കൺസ്യൂമർ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഷെയിനിൽ നിന്ന് എടുക്കത്തില്ല, ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് ഗവൺമെൻറ് പറയുകയാണില്ല ഷെയിൻ ഇനി മുതൽ കാനഡയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അതിന് വലിയ കോർപ്പറേഷൻസില്ല ലാഭം കിട്ടിയെങ്കിൽ. കാരണം അവരുടെ ആ ഒരു അത്രയും വലിയ കോമ്പറ്റീഷൻ മാർക്ക് കിട്ടി. ഇനിയപ്പോൾ അവരാണ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുണ്ട് അത് മെയ്ഡ് ഇൻ US ആണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പൈസയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ നിന്ന് കോമ്പറ്റീഷൻ വരും? വേറെ ആർക്കും കോമ്പറ്റ് ചെയ്യാനും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് സാധനം വന്നില്ലെങ്കിൽ പിന്നെ ബാക്കി ഒരു പുതിയ ആൾ എങ്ങനെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യും? ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലൊക്കെ ഷെയിൻ ബാൻ ചെയ്തു. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ അതുകൊണ്ട് കുറേ കുഞ്ഞു ഡിസൈനർ ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്, ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങൾ. ഇന്ത്യയിലില്ല ഇപ്പോൾ ഷെയിൻ ഇല്ല, ടെമുല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. എനിക്ക് ചൈനീസ് എല്ലാം തന്നെ ബാൻ ചെയ്തു. അത് മാത്രം, ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ കേസ് മാത്രമാണെങ്കിൽ പിള്ളേർ വരെ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഷെയിൻ വരുന്ന കുറേ തുണികളുടെ ഈ ടാഗില്ലേ, അതിനകത്ത് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് SOS എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് അവർ ടൈപ്പ് ചെയ്ത് തയ്ച്ച് വിടുന്നതായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അത് പക്ഷേ എന്തോരം ഷെയിൻ ബാൻ ചെയ്തിട്ട് 2025 റീലോഞ്ച് ചെയ്ത് ഇന്ത്യയിൽ. ഓ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ജൂൺ 2020 കുറച്ച് ലൊക്കേഷൻസിൽ ബാൻ ചെയ്തു, 2025 റീലോഞ്ച് ചെയ്തു ഷെയിൻ്റെ സംഭവം. ബട്ട് സ്റ്റിൽ എനിക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ നോക്കിയത്, അന്നേരം എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ലായിരുന്നു. Through a major domestic partner, the brand operates under a completely different restructured framework. എന്ന് വെച്ചാൽ ബേസിക്കലി വേറെ പേരിൽ അവർ സംഭവം ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും ചൈനയിൽ നിന്ന്, എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ പേര് മാറ്റി വെക്കും. ബേസിക്കലി സംഭവം ഒന്ന് തന്നെ. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലോ സംഭവം തന്നെ. ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്താ നടക്കുന്നതെന്ന്. പക്ഷേ ഇത് നിർത്താൻ പറ്റത്തില്ല. നിർത്തി കഴിഞ്ഞാൽ വലിയൊരു ഇതാവാൻ പോകുന്നത്, സപ്ലൈ ചെയിൻ്റെ വലിയൊരു ഇതായിരിക്കും പോകാൻ പോകുന്നത്. കാരണം ഇത്രയും ചീപ്പായിട്ട് വേറെ ഇവിടെ തുണി കിട്ടുന്നത്. നമുക്കിപ്പോൾ ഒരു $10 ഒരു 5 പെയർ സാധനങ്ങൾ മേടിക്കാം, അത് വേറെ കിട്ടത്തില്ല. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വില കുറവിന് കൂറ സാധനം മേടിക്കുന്നതിലും നല്ലത് നല്ല വില കൂടിയൊരു സാധനം മേടിച്ച് കുറച്ച് കാലം ഉപയോഗിക്കുന്നത് അതായിരിക്കും കുറച്ചും കൂടെ സസ്റ്റൈനബിൾ എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മിനിമം പേജ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അഫോർഡ് ചെയ്യും? $15, $16, $17 മണിക്കൂറിന് കിട്ടുന്ന ആൾക്ക് $80 ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് അവൻ ഓൾറെഡി റെന്റ് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇത്രയും ബിൽസുള്ള ആൾക്ക് ഷെയിൻ മാത്രമല്ലേ ഉള്ളൂ. സൈഡിൽ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ളത്, കൊച്ചു പിള്ളേരെ വരെ പണിയെടുപ്പിക്കുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പോക്കറ്റ് ആദ്യം നോക്കുകയുള്ളൂ. ആദ്യം നമ്മുടെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കും, എന്നിട്ട് നമ്മളതനുസരിച്ച് മേടിക്കും. പക്ഷെ ഇതിനൊരു കൺട്രോൾ ഇല്ല എന്നുള്ളത്. ഇതിങ്ങനെ പോവും. ഈവൻ ഇവരെ പോളിയസ്റ്റർ റീസൈക്കിൾ ചെയ്ത് തുണി ഉണ്ടാക്കുന്നുണ്ടല്ലോ,
സോ അപ്പോൾ അതിലൊക്കെ നിൽക്കുന്നവർ ഫുൾ ടൈം ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൊടിയാണ് സൂക്ഷിക്കുന്നത്. മൈക്രോ പ്ലാസ്റ്റിക്കാണ് ഇങ്ങനെ കയറി പോകുന്നത്. അവരുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ല, അവർക്ക് ഒരു മാസ്ക് ഇല്ല, സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല. ഫുള്ളി ഇനി പറഞ്ഞല്ലോ വെടിമരുന്നിലിരിക്കുന്ന പോലെ തന്നെയാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം ഇടയ്ക്കിരിക്കുന്നത്. സോ അപ്പം ഇപ്പോൾ എന്താ ഇനി തൊട്ട് ഷെയിൻ മേടിക്കത്തില്ല? അതോ ഷെയിൻ ഞാൻ മേടിക്കുന്ന നിർത്തി. ഷെയിൻ മേടിക്കുന്ന നിർത്തിയിട്ട് എത്ര നാളെ? ഷെയിനൊന്നും ഞാൻ ഒരു സാധനം മേടിക്കാറില്ല ഇപ്പോൾ. നല്ല കാര്യം. സാധനം മേടിക്കാറില്ല, അത് വേറെ. പക്ഷേ ഈ ഷെയിനിൽ നിന്ന് മേടിച്ചില്ലെങ്കിലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരത് അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പിന്നെ അത് ആമസോണിൽ സെല്ല് ചെയ്യും. അതാ ഇപ്പോൾ ഈ ഇവൻ പറഞ്ഞ ആ സാധനം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സെറ്റപ്പ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോപ്പ് ഷിപ്പ് എല്ലാവരും അവിടെ നിന്ന് തന്നെ മേടിക്കത്തുള്ളൂ. ഇപ്പം വലിയ വലിയ ബ്രാൻഡുകളെല്ലാം ഇതേ പ്രൈസിന് തന്നെയാണ് മേടിക്കുന്നത്. കാരണം അവിടെ ഷീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പ്രൈസിന് കിട്ടും അത്. അല്ലെങ്കിൽ അതിനകത്ത് ഒരു 10 രൂപ കൂടുതൽ കൊടുത്താൽ അവർക്ക് ഈ പ്രൈസിന് തന്നെ കിട്ടും. ഇപ്പോൾ ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ. കാരണം ചൈനയിൽ ഒരു സംഭവം ബീറ്റ് ചെയ്തേക്കണേ ബംഗ്ലാദേശിൻ്റെ അത്രയും ചീപ്പായിട്ട് പ്രൊഡ്യൂഷൻ ചൈനയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇതിൽ ടെക്സ്റ്റൈൽസിൽ ഭയങ്കര ഇതാണ് അവർ ഡെവലപ്മെൻറ്റ് ചെയ്ത്. അതിൽ ഒരു മൊണോപ്പൊളിയാണ് അവർ വേൾഡിലുള്ള. എനിക്കൊന്ന് 80% ട്രേഡ് കിടക്കുന്നത് ബംഗ്ലാദേശിൽ കൂടെയാണ്. കാരണം അതിൽ അവർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിലൊരു മൊണോപ്പൊളിയാണ്. അതേ സെയിം സംഭവം കുറേ രീതിയിൽ നാട്ടിൽ കിടക്കുന്നുണ്ട്. ഈവൻ ഈ ബീഡി പടക്കം ചെയ്യുന്ന ആൾക്കാർക്ക് അവർലി പൈസ കൊടുക്കത്തില്ല. അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1000 പടക്കം ചുരുട്ടി കഴിഞ്ഞാൽ എത്രയോ 10-20 രൂപ കിട്ടും. അപ്പോൾ അവർ സ്പീഡ് കൂട്ടും, ഇങ്ങനെ പടപടപടയെന്ന് പറഞ്ഞ് ചുരുട്ടിക്കൊണ്ടിരിക്കുക. എന്നാലും 1000 ചുരുട്ടി കഴിയുമ്പോൾ 10-20 രൂപ കിട്ടും അവർക്ക്. സെയിം സംഭവമാണ് ചൈനയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അവർലി പൈസ കൊടുക്കത്തില്ല. അവർക്ക് പീസിനനുസരിച്ചാണ് പൈസ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇരുന്ന് പടയെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർ പീസിന് ഇത്രേ പൈസ കിട്ടത്തുള്ളൂ. 0.1 to 0.12 മാക്സിമം ഒരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. ആൻഡ് നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം മേടിച്ചാലും അതിന് $2-3 താരെയൊന്നും നമ്മൾ ഒന്നിനും പേ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒരു ഷോക്കാണ്. ഇപ്പോൾ അവർലി പൈസ കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എക്സ്പ്ലോട്ടേഷൻ വരത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കത്തില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഷെയിൻ ഒന്നാമത്തെ കാര്യം 50% ഓഫറിലാണ് വിൽക്കുന്നത്, $2 സാധനമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പോകുന്നത് $1 അതിൻ്റെ മാനുഫാക്ചറിങ് തന്നെ ചിലപ്പോൾ $1 വരുന്നത് അവർക്ക്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്നത് പീസിന് ഇത്ര എമൗണ്ടാണ് കൊടുക്കുന്നത്. ബേസിക്കലി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ കാശ് ഉണ്ടാക്കത്തില്ല. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബ്രാൻഡഡ് അപ്പം നമ്മൾ ഓർക്കൊക്കെ എങ്ങനെയാണെങ്കിൽ ബ്രാൻഡഡ് എടുക്കാൻ നോക്കും. ബ്രാൻഡഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാറയുടെ 20% ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ ഒഫീഷ്യലി ഡോക്യുമെൻറ്റഡ് ആണ് വർക്കേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സാറേ വാങ്ങാൻ പറ്റത്തില്ല, കാര്യം സാറേയും ചെയ്യുന്ന സംഭവമാണ്. ഇല്ല, ഒരു ഡിസൈനർ ബ്രാൻഡ് മേടിക്കാൻ പറ്റില്ല. എല്ലാ ഡിസൈനർ ബ്രാൻഡും ഇതുപോലുള്ള എക്സ്പ്ലോയിറ്റേഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈവൻ കുറേ നാൾ മുന്നേ മറ്റേ ബാലൻസിയാഗയെ കുറിച്ചൊക്കെ ഒത്തിരി ന്യൂസ് ഇറങ്ങിയായിരുന്നു. അവരുടേത് വേറെന്തോ ഡാർക്ക് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ബാലൻസിയായുടെ. അത് എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും അല്ല, അത് വേറെന്തോ എക്സ്പ്ലോയിറ്റേഷനിലും മുകളിൽ വേറെന്തോ ലെവൽ സാധനം വരുന്നത്. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും ആരൊന്നും ചെയ്യുന്നില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം അറിയാം, പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും എല്ലാ റൂട്ടും പോകുന്നത് മുകളിലിരിക്കുന്ന കുറച്ച് പേർ എടുത്തോട്ടാണ്. അവരെ തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് ആരാന്ന് കൂടി ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്തോന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അതാണ് കുഴപ്പം ഇപ്പോഴത്തെ. അറ്റ്ലീസ്റ്റ് ആളെ അറിയാമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആരാ എന്താ അറിയാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അല്ല അറിയാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതാണ് പ്രശ്നം. അവരുടെ മുകളിൽ ഇവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇരിക്കുമ്പോൾ ഇവൻ അറിയാവുന്നവരെ പോലും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക്. അതാണ്. ഇപ്പോൾ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റീയൂസ് ചെയ്യുക സാധനങ്ങൾ. നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അതേ സെയിം സംഭവമില്ലേ കാനഡയിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എല്ലാവരും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും $2 കുറച്ച് വയ്ക്കാൻ നോക്കും. അപ്പോൾ $2 കുറയ്ക്കുമ്പോൾ അതിൽ സംഭവം എന്ന് പറഞ്ഞാൽ അവർ പിടിക്കുന്ന പൈസ ഈ ലേബറിൽ നിന്നാണ്. അപ്പോൾ അവർ ലേബറിന് അത്രയും കുറവ് പൈസ കൊടുക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു റേറ്റ് കുറയ്ക്കും. അപ്പോൾ ആ സെയിം റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ ലേബറിൽ നിന്ന് അവർ പൈസ പിടിക്കും. അങ്ങനെ പിടിച്ച് അവരിങ്ങനെ കുറച്ച് ഇപ്പോൾ ഈ ഒരു മാർജിനിലായിരിക്കണേ. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാർക്ക് പൈസ കിട്ടുന്നില്ല. പക്ഷേ ഇതേ സംഭവമാണ് ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും കുറവ് പേ ചെയ്താൽ മതി. ഇവിടെ കൂടുതൽ പേ ചെയ്താൽ കൂടുതൽ പൈസ ഉണ്ടാക്കാന്നാണ് നീ പറയുന്നത്? കൂടുതൽ പേ ചെയ്താലല്ല, ഇവിടെ കാശ് കൂടുന്നൂറും ടാക്സാണ് കൂടുന്നത്. അപ്പം സ്റ്റിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെനുവിൽ ഐറ്റത്തിന് പ്രൈസ് കുറവാണെങ്കിൽ സ്റ്റിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരിലേക്ക് അത് എന്താ അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ഈ സാധനം കിട്ടാൻ. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ ഫുഡ് മേടിക്കാം, അതൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ കുറച്ച് പേർക്കാർ അവിടെ എക്സ്പ്ലോയിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോൾ ഈവൻ അവർ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല.
എങ്ങനെ നോക്കിയാലും നമ്മള് ആർക്കെങ്കിലുമൊക്കെ പ്രശ്നം വരും, വട്ടത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് പ്രശ്നം വരും. അത് വാങ്ങിക്കുന്നവർക്കും പ്രശ്നമുണ്ട്. കാരണം വാങ്ങിക്കുന്നവർ കുറഞ്ഞ വേജിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരിത് മേടിക്കുന്നത്. അല്ലെങ്കിൽ അവർ കാശ് കൂടി ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തൊന്നും മേടിക്കേണ്ട അവസ്ഥ. അതെ. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ അത്ര ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കും. ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ഈ കമ്പനികളിൽ നിന്ന് വാങ്ങത്തില്ല, ഈ കമ്പനി മെയ്ഡ് ഇൻ ഇറ്റലി ആണെങ്കിൽ മെയ്ഡ് ഇൻ US ആണെങ്കിൽ കാനഡയിൽ തന്നെ ലോക്കലി ചെയ്യുന്ന, ഇപ്പോൾ ഈവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വരും മെയ്ഡ് ഇൻ കാനഡ, സോഴ്സ്ഡ് ഇൻ കാനഡ എന്നുള്ള പ്രശ്നം ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ പാലിനാണെങ്കിൽ എനിക്ക് വന്ന ഓർഗാനിക് ഫുള്ളി മെയ്ഡ് ഇൻ കനഡിയൻ ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് $10. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ അവിടെ ഇരിപ്പുണ്ട് തൊട്ടടുത്ത് തന്നെ. പക്ഷേ അതിന് ഇവിടെ എടുത്തിട്ട് $3 സെയിം സാധനം ഇരിപ്പുണ്ട് ഇവിടുന്ന് കൊണ്ടുവരുന്ന സാധനം. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ പോക്കറ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മിക്കവരും തന്നെ ചൂസ് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് എടുക്കാം. ഓൾസോ അതിൽ ഇപ്പോൾ ഈ ടൊബാക്കോയിൽ എഴുതത്തില്ലേ ടൊബാക്കോ കോസ് ക്യാൻസർ എന്ന്, അങ്ങനെ എഴുതിയാലും ദിസ് ഈസ് മെയ്ഡ് ഫ്രം എക്സ്പ്ലോയിറ്റിംഗ് ചിൽഡ്രൻസ് എഴുതി വെച്ചാലും നമ്മൾ ചിലപ്പോൾ അതേ എടുക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല $11. കാര്യം $11 പാല് മാത്രം വാങ്ങിച്ചാൽ പോരാ, അതിനൊപ്പം മുട്ട വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, എല്ലാം കൂടി ആകുമ്പോഴത്തേനും $200 ഷോപ്പിംഗ് $1000. അപ്പോൾ അതാണ് പക്ഷേ നമ്മൾ അത്ര ഏൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത്ര ഏൺ ചെയ്യുക, എന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഞങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങത്തില്ല എന്ന്. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് തയ്ക്കാൻ പഠിച്ചിട്ട് തുണി മേടിച്ച് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ പാൽ സ്വന്തമായിട്ട് പശുവിനെ കറക്കണം, സ്വന്തമായിട്ട് കോഴിയെ വളർത്തണം, ഫാമൊക്കെ തുടങ്ങണം സ്വന്തമായിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് അതിപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തമായിട്ട് പോയി ഇവിടെ വലിയൊരു സ്ഥലമൊക്കെ മേടിച്ച് ഫാമൊക്കെ തുടങ്ങി ജീവിക്കുന്നവരുണ്ട്. സ്വന്തം കൺട്രി സൈഡിലൊക്കെ പോയി ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അതും അവരെന്തോ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷെ അതിനൊക്കെ ഒരു വേറെ ലെവൽ റിച്ച് ആയിരിക്കണം. എന്നെ കാശ് വേണം. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ അൾട്ടിമേറ്റ് അക്കൗണ്ടിൽ ഉള്ളവരായിരിക്കണം. കാര്യം ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു എമ്പത്തിയുടെ സംഭവം നമ്മൾ പറയുമല്ലോ, ഇത് ശരിയില്ല, ഇത് ശരിയില്ല, ഇത് ശരിയില്ല. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഈ മനുഷ്യന്മാർക്ക് ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇത് വലിയ ഹിഡൻ ഫാക്റ്റ് ഒന്നുമല്ല. ഈ പാലൊക്കെ കറക്കുന്നതാണെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് ഒരു പാല് കറക്കുന്ന വെച്ചാൽ ആ പശുവിന് പാലില്ലായിരിക്കും. അതിൻ്റെ അകടിയിൽ ഇലക്ട്രിസിറ്റി സാധനം അടിച്ചിട്ട് അടുപ്പിച്ചെടുക്കുന്ന എല്ലാം ഉണ്ട്. ഇതറിഞ്ഞാലും നമ്മളവിടെ പോയി തന്നെ പാലെടുക്കും. കാര്യം അതാണ് ചീപ്പ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പക്ഷേ അപ്പോൾ ഗവൺമെൻറ് പറയണം അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ പൈസ ഉണ്ടാക്കാം. കാര്യം ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു വലിയ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൾറെഡി തന്നെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിടും. അപ്പോഴും നമ്മുടെ തന്നെ പോവും, ഇതിൽ നമ്മുടെ തന്നെ പോവും. അപ്പോൾ ഇത് ബാൻ ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഈ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോറേഷൻ വന്നു, പക്ഷേ സ്റ്റിൽ നമ്മളത് എടുക്കും. ബട്ട് ദെൻ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മൾ മനുഷ്യന്മാർ കുറേ പേര്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു സംഭവം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഡോക്ടർ. അപ്പം നിങ്ങൾ പറഞ്ഞറിയിക്കുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിൽ തോന്നുന്നത്. നിങ്ങൾ എത്ര പേര് അവെയർ ആയിട്ടും കോൺഷ്യസ് ആയിട്ടും പർച്ചേസ് സംഭവം ചെയ്യാറുണ്ട്, അത് കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. അതിൽ നിന്ന് സംഗീത് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു $500 ഗിഫ്റ്റ് കൂപ്പൺ വരുന്നതാണ്. ഷീൻ ഗിഫ്റ്റ് കാർഡ്, ഷീൻ്റെ ഗിഫ്റ്റ് കാർഡ് വരുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ റാപ്പ് ചെയ്യാണ്. സോ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ എല്ലാം പറഞ്ഞത്